ലൈറ്റ് ഓൺ ആക്കിയ സമയത്ത് നിങ്ങൾക്ക് വേറെ സംഭവം മേളിൽ കാണാൻ പറ്റും. 2 DR ചെയ്തിട്ടുണ്ട്. ഈ DR ഇതിന്റെ കൂടെ വെക്കാൻ പ്രൊവിഷൻ എന്തെങ്കിലും ഉണ്ടോ? അത് രണ്ടാമത് ചെയ്തെടുത്തോളം എങ്ങനെയാണ് സെറ്റപ്പ്? ഇതിന്റെ കൂടെ ഇവിടെ ഒരു കിറ്റ് ആണെന്നുണ്ടോ? അത് R6 സൈഡിൽ വരുന്ന ഒരു കിറ്റാണ്. ഓക്കെ, 2 പീസ് ഇതിനെ മണ്ടേ ചെയ്തിട്ടുണ്ടല്ലേ നമ്മൾ. അതും കാണാൻ പറ്റും. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഹാൻഡിൽ ബാറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. R6 മഡ് ഗാർഡ് ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പം പറയുന്ന ഒരു വിംഗ്ലെറ്റ് പോലെ സെറ്റപ്പിൽ ഇതാ ഇങ്ങനെ ഇരിക്കും, ഒറ്റ ലൈനായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ മിറർ വെച്ചേക്കുന്നത്. രണ്ടാമത്തെ മിററിൽ വെച്ചേക്കുന്നത് ബ്രോ. അകത്തോടെ കട്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ ആക്കുന്ന സെറ്റപ്പ് R6 വരത്തില്ല. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുത്തിരി വീട്ടിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പം ഇന്ന് നിങ്ങളിവിടെ വന്നിരിക്കുന്ന ഒരു R1M ആണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ സൂക്ഷിച്ച് ബേക്കിലോട് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ R15 R1M ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഇന്നത്തെ വീഡിയോ. അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് മോഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് ഇതാ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല രീതിക്ക് മോഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. 2 മുതൽ ബേക്ക് വരെ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഓണറിൻ്റെ തന്നെ ചോദിച്ച് മനസ്സിലാകാം കേട്ടോ. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ ഓണർ നമ്മുടെ കൂടെ ഉണ്ട്. നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട സെയിം പുള്ളി തന്നെയാണ്. പുള്ളിക്ക് 2 വണ്ടിയുണ്ട്, ഡൊമിനാറും ഉണ്ട്, ഈ ഒരു R15 ഉണ്ട്. അപ്പം നമ്മൾ രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം മോഡിഫിക്കേഷൻ കാര്യങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഇൻസ്റ്റഡി കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ് തന്നെയാണ് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഫ്രണ്ട് തന്നെ പറഞ്ഞു. ഫ്രണ്ടിൽ ബ്രോ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് മെയിനായിട്ട്? ഫ്രണ്ടിൽ മെയിനായിട്ട് ഇതിൻ്റെ ഹെഡ് R1M ഒരു ഹെഡ് ഫ്രണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റോക്കായിട്ട് വരുന്ന ഡ്യുവൽ ഹെഡ്ലൈറ്റ് വരുന്ന ഹെഡ് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ R1M ഹെഡ് ഇവിടെ കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്ന മിറർ ഏതിൻ്റെ മിറർ ചെയ്തിരിക്കുന്നത്? ഒരു സ്റ്റെൽത്ത് മിറർ എന്ന് പറയുന്ന ഒരു മിററാണ് സംഭവം ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് റൊട്ടേറ്റബിൾ ആണ്. നമുക്ക് ഈ മിറർ പൊക്കി വയ്ക്കാൻ പറ്റും. കാണിച്ചു തരാം. ഇതാണ് നമ്മൾ മിറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ മിററിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കേട്ടോ. അപ്പോൾ ലോക്കും കാര്യങ്ങൾ കൊണ്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു എന്താ പറയുന്ന ഒരു വിംഗ്ലെറ്റ് പോലെ സെറ്റപ്പിൽ ഇതാ ഇങ്ങനെ ഇരിക്കും, ഒറ്റ ലൈനായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ മിറർ വെച്ചേക്കുന്നത്. രണ്ടാമത്തെ മിററിൽ വെച്ചേക്കുന്നത് ബ്രോ 2 ഡാമേജ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ മിറർ ചെയ്തിരിക്കുന്നത് തന്നെയല്ലേ? ഇത് പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്നുണ്ടോ? 2 മാസം കഴിയുമ്പോൾ ഇളകി പോകും. ഇതിന് പെയിന്റ് ക്വാളിറ്റി ശോകമാണല്ലേ? പെട്ടെന്ന് ഇളകി പോകും. പേപ്പർ മെറ്റീരിയലാണ്. ഓക്കെ, ശരി. പിന്നെ അതിനകത്ത് ചെയ്തിരിക്കുന്ന വൈസർ ഏതിൻ്റെ വൈസറാണ്? ഇതിനകത്ത് ഇതിൻ്റെ കൂടെ കിട്ടിയ വൈസറാണ്, ആഫ്റ്റർ മാർക്കറ്റ് ആണ്? ഓക്കെ, ശരി. അവിടെ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് ചെറിയൊരു ഡിസൈനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തിരിക്കുന്നത്? ചെറിയൊരു മെഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു നെറ്റ് ടൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ രണ്ടാമത് കയറ്റുന്നതാണ്. ഇതിൻ്റെ കൂടെ വരുന്ന സംഭവങ്ങളല്ല. പിന്നെ നമ്മൾ 2 പ്രൊജക്ട് ലൈറ്റ് കയറ്റിയിട്ടുണ്ട്. അതൊന്ന് ഓണാക്കാം ബ്രോ. ഇതാണ് പ്രൊജക്ട് ലൈറ്റ് ഓൺ ആക്കിയ സമയത്ത് നിങ്ങൾക്ക് വേറെ സംഭവം മേളിൽ കാണാൻ പറ്റും. 2 DR ചെയ്തിട്ടുണ്ട്. ഈ DR ഇതിന്റെ കൂടെ വെക്കാൻ പ്രൊവിഷൻ എന്തെങ്കിലും ഉണ്ടോ? അത് രണ്ടാമത് ചെയ്തെടുത്തോളം എങ്ങനെയാണ് സെറ്റപ്പ്? ഇതിന്റെ കൂടെ ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, നമ്മൾ ഹോളിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അതൊക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഹോൾ ഇടാൻ വെച്ചേക്കും ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ ഈ പ്രൊജക്ട് ലൈറ്റ് വെച്ചിട്ട് ഷോ മാത്രമേ ഉള്ളൂ, എന്തെങ്കിലും ഉപയോഗ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ലൈറ്റ് ഉപയോഗമുണ്ട്. അത്യാവശ്യം ഒരു മീറ്ററിന്റെ അകത്ത് ഒരു 10-15 മീറ്ററിന്റെ അകത്ത്. ഓക്കെ. അത്യാവശ്യം കുറച്ച് ലോക്കലോട്ടൊക്കെ ഓടാനായിട്ട് ഇത് മതി. ലോങ്ങ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വെട്ടം വേണ്ടി വരും എന്തായാലും. പിന്നെ അവിടെ നിന്ന് താഴോട്ട് വേറെ എന്താ ചെയ്തേക്കുന്നത്? R6 മഡ് ഗാർഡ് ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പം ഇത് കയറ്റാൻ എന്തെങ്കിലും ടാസ്കുകൾ ഉണ്ടായിരുന്നു? അത് എളുപ്പമായിരുന്നു? എങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ്? പ്രശ്നമൊന്നുമില്ല. ശരി. ഓക്കെ. അതേപോലെ ഇവിടെയും ചെറിയൊരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. അതേപോലെ നമ്മുടെ അലോയി ജസ്റ്റ് ഒന്ന് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അലോയിൻ്റെ കളർ വേറെ നമ്മളൊരു അലൂമിനിയം അല്ലെങ്കിൽ ഗ്രേ ഫിനിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഡിസ്കും കാര്യങ്ങളൊക്കെ സെയിം ആണ്. അവിടെയൊന്നും വേറെ വ്യത്യാസം കാര്യങ്ങളും വരുത്തിയിട്ടില്ല. അപ്പം ഇതാണ് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. നൈസ് അല്ലേ കാണാനായിട്ട്? ഇനിയിപ്പോൾ നമുക്ക് സൈഡിലോട്ട് പോകാം കേട്ടോ. ഇനിയിപ്പോൾ സൈഡിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ വണ്ടിയുടെ ടോട്ടൽ ലുക്കേ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും ലുക്ക് മാറ്റിയെടുക്കാൻ ബ്രോ എന്താണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത്? ഇപ്പോൾ ഈ ഹെഡിനോടെ കിട്ടുന്ന കോംബോ സെറ്റാണ് ഇവിടെ കയറ്റിയിരിക്കുന്നത്. ഓക്കെ. ഹെഡിന്റെ ബാക്കി കിറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതെല്ലാം ഒറ്റ സെറ്റായിട്ട് കിട്ടുന്ന കിറ്റല്ലേ? ഓക്കെ. അപ്പം ഇവിടെ കയറ്റിയിരിക്കുന്നത് നമ്മൾ R1M കിറ്റാണ്. പക്ഷേ ഞാൻ നോക്കി വ്യത്യാസം കണ്ടത് നമ്മൾ R1M കിറ്റ് ഇങ്ങനെ അല്ലല്ലോ വരുന്നത്, കുറച്ച് വ്യത്യാസം കാര്യങ്ങൾ വരുന്നില്ലേ? അതിന് മാറ്റം എന്തൊക്കെ ചെയ്തിരിക്കുന്നത്? ഇവിടെ ഈ ഒരു കിറ്റ് ആണെന്നുണ്ടോ? അത് R6 സൈഡിൽ വരുന്ന ഒരു കിറ്റാണ്. ഓക്കെ, 2 പീസ് ഇതിനെ മണ്ടേ ചെയ്തിട്ടുണ്ടല്ലേ? നമ്മുടെ R1M കിറ്റിന്റെ മണ്ടേ കൂടെ വേറൊരു കിറ്റിനകത്ത് കയറ്റിട്ടുണ്ട്. അത് ഏത് കിറ്റിന്റെ? R6 കിറ്റാണോ? ഓക്കെ. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണും വണ്ടി അത്യാവശ്യം നല്ല വലിപ്പമായിട്ട് കർവായിട്ട് ഇരിക്കുന്ന കാണാൻ പറ്റും. അത് ആ ഒരു രണ്ടാമത്തെ കിറ്റ് കയറ്റുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കിറ്റ് ഇളകി കഴിഞ്ഞാൽ ഇത് പ്ലെയിൻ കിറ്റാണ്. ഇത് ഇളകി കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഡിസൈൻസ് കാര്യങ്ങൾ അകത്തുണ്ടോ? ഓക്കെ, അതും പ്ലെയിൻ തന്നെയാണല്ലേ? ഓക്കെ, ശരി. അപ്പം ആദ്യമേ ഈ ഒരു R6 കിറ്റ് കയറ്റിട്ടുണ്ടായിരുന്നു. അതേ പിന്നെ എന്തെങ്കിലും ഐഡിയ വന്നിട്ട് കയറ്റിയാണോ?
ആദ്യമേ ഞാൻ എടുത്തപ്പോൾ തന്നെ വണ്ടിക്ക് ബൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഓക്കെ ഓക്കെ. ആദ്യമേ തന്നെ ഇത് കയറ്റിയ സമയത്ത് വണ്ടി അത്യാവശ്യം നല്ല ബൾക്കി ആയിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഡൊമിനാർ നോക്കിയാലും കാണാൻ പറ്റും, അത്യാവശ്യം നല്ല ബൾക്കി ആയിട്ടാണ് നമ്മൾ മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഇതും ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കിറ്റ് രണ്ടാമത് എക്സ്ട്രാ ചെയ്തിരിക്കുന്നത്. അതേപോലെ നമ്മളിവിടെ ഫ്ലഷ് മൗണ്ട് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു വിംഗ്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ റിമൂവ് ഒക്കെ ചെയ്യാൻ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി അടുത്തതായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു വിംഗ്ലെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം ചെറിയൊരു റൈറ്റിങ്സും കാര്യങ്ങളും ഗ്രാഫിക്സ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ അണ്ടർബെല്ലി ചെയ്തിട്ടാണ് ഇതിൻ്റെ കൂടെ വരുന്ന സ്റ്റോക്ക് അണ്ടർബെല്ലിയാണ്. എന്താണ് സംഭവം? ഈ കിറ്റിനോട് കോംബോ കിട്ടുന്ന അണ്ടർബെല്ലിയാണ്. ഓക്കെ ഓക്കെ. ആ അണ്ടർബെല്ലി ലെങ്ത് എനിക്ക് നോക്കിയാൽ കാണാൻ പറ്റുക. ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ബേക്ക് ടയറിൻ്റെ അടുത്ത് വരെ അണ്ടർബെല്ലി ആ ലെങ്ത് ഉണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന അണ്ടർബെല്ലി. നമുക്ക് ഈ ഒരു കിറ്റ് ടോട്ടലായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ കിറ്റിനോട് എന്തൊക്കെയാണ് കിട്ടുന്നത്? ഫ്രണ്ട് ഹെഡ്ലൈറ്റിൻ്റെ ഈ കവർ, സൈഡ് കിറ്റ്, അണ്ടർബെല്ലി, ഓക്കെ ടാങ്ക് കവർ, പിന്നെ ബേക്കിലത്തെ സംഭവം അല്ലേ. ബേക്കിൽ ചെറിയ പ്രത്യേകത ഉണ്ട്, എന്താണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ബേക്കിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ടാങ്കിൻ്റെ സെക്ഷനോട് നോക്കാൻ പോയാൽ ടാങ്കിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ട് നമ്മൾ ആ ഒരു R1M ആ ഒരു ടാങ്ക് കവർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയൊരു യമഹയുടെ ചെറിയൊരു ലേബലും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക് സെക്ഷൻ പറയാം. നമ്മുടെ ഹാൻഡിൽ സെക്ഷനിൽ കുറച്ച് വ്യത്യാസം വരുത്തിട്ടുണ്ട്, അത് ഞാൻ പറയാം. അടുത്ത പറയുന്നത് ബേക്കിലോട്ട് പോകാം. അപ്പോൾ ബേക്കിലത്തെ കാര്യം ഡീറ്റെയിൽ പറഞ്ഞു തന്നെ. ബാക്കിലത്തെ അപ്പം ഹെഡിനോട് കിട്ടുന്നത് കോംബോ ആണ്. ഓക്കെ. R6 ടൈൽ എന്ന് പറയുന്നത് ആ ടൈലിൻ്റെ ലെങ്ത് കാണാൻ പറ്റുക. ഇവിടം വരെ ഇങ്ങനെ കിടപ്പുണ്ട് ടൈലിൻ്റെ ലെങ്ത് എന്ന് പറയുന്ന. R6 ടൈലാണ് ചെയ്തിരിക്കുന്നത്. R1M ബാക്ക് ടൈൽ ഇറക്കല്ല, ഇത്രയും ലെങ്ത് വരത്തില്ലല്ലേ? ഓക്കെ ഓക്കെ. ആ അതിൻ്റെ ലെങ്ത്, അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കർവ് ആയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഒരു ബൾക്കി ആയിട്ടാണ് ബാക്ക് ഭാഗം ഇരിക്കുന്നത്. നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഷാർപ്പ് ലുക്ക് അല്ലെങ്കിൽ ഒരു സ്ലീക്ക് ലുക്കിനകത്ത് കിട്ടും കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. കോപ്പി കിറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി കിറ്റാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ ഒരു സീറ്റ് കവർ കിട്ടുന്നുണ്ട്, അതിന് ചെറിയൊരു എന്താ പറയുക റൈറ്റിങ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ടൈലിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു R1M എന്ന ലേബലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് താഴോട്ട് വന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ കൊടുത്തേക്കുന്നതാണ് നമ്മുടെ സ്വിംഗ് ആം. ഈ സ്വിംഗ് ആം നിങ്ങൾക്ക് ഈ ഒരു പെയിൻറ്റ് അടിച്ചിട്ടാണ് ഇത്ര ഇറച്ചിരിക്കുന്നത്. നമ്മുടെ നോർമൽ R15 ബ്ലാക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. ഈ സ്വിംഗാമിൻ്റെ കട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ സ്വിംഗാമാണ്. നമ്മൾ നോർമൽ സ്വിംഗാമാണെങ്കിൽ ഈ ഒരു പീസ് കാണത്തില്ല, രണ്ട് സൈഡിലായിട്ട് കയറി ഷാസിയിൽ പിടിക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മിക്കവരും സ്റ്റോക്ക് ആണെന്ന് ചോദിക്കാറുണ്ട് ഈ സംഭവം. അത് ഒരുപാട് ആഫ്റ്റർ മാർക്കറ്റ് ആണോ അല്ലെങ്കിൽ രണ്ടാമത് കയറ്റി ആണോ പെട്ടെന്ന് എടുത്തറിയിക്കും കേട്ടോ ഈ ഒരു സ്വിംഗാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് പറയുകയാണ് നമ്മൾ സ്റ്റോക്ക് സ്വിംഗാമാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്ന വേറെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളൊരു എക്സോസ്റ്റ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അക്രപോവിക്കിൻ്റെ ഒരു എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നേരത്തെ പറയാൻ വിട്ട ഒരു സംഭവം എന്നാണ് നമ്മുടെ ഈ ഒരു ഫ്ലഷ് മൗണ്ട് ബേക്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കിറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബേക്കിലത്തെ ലുക്ക് എന്നൊക്കെ പറയുന്ന. ടൈലൈറ്റ് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു രണ്ട് ഹോളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതൊക്കെ ബേക്കിൽ നോക്കുന്ന സമയത്ത് ഭയങ്കര ലുക്കാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടി നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു. അതേപോലെ കുറച്ച് പെയിൻറ്റ് ജോബും കാര്യങ്ങളും വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കാം. അപ്പോൾ നമുക്ക് എക്സോസ് നോട്ട് ഇതിനൊന്ന് കേട്ട് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഹാൻഡിലിൻ്റെ കാര്യം കുറച്ച് പറയാനുണ്ട്. അപ്പോൾ ഹാൻഡിൽ എന്തൊക്കെയാണ് ചെയ്യിക്കാൻ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഹാൻഡിൽ എങ്ങനെ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞേ. ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഹാൻഡിൽ ബാറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റോക്കായിട്ട് വരുന്ന ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് അല്ലേ. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹാൻഡിൽ ബാർ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹാൻഡിൽ ബാർ വാങ്ങിച്ചപ്പോഴും ഉണ്ടായിരുന്നതാണോ അതേ ഇപ്പോൾ രണ്ടാമത് ചെയ്താണോ? രണ്ടാമത് ചെയ്ത ഹാൻഡിൽ ബാർസ് ആണ് ഞാൻ തിരിക്കുന്നത്. അപ്പം പിന്നെ അതേപോലെ രണ്ട് സൈഡ് മോക്സിയുടെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ക്ലച്ച് ആയാലും ബ്രേക്ക് ആയാലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡിലോട്ട് സമയത്ത് ഒരു ലിവർ പ്രൊട്ടക്ടറും ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇത്രയും തന്നെയുള്ളൂ വണ്ടിയെ കുറിച്ച് പറയാനായിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു സെക്ഷനിലെ കവറും കാര്യങ്ങളൊക്കെ എന്താണ് സംഭവം? അതിൻ്റെ കൂടെ തന്നെ കവർ ചെയ്യാൻ കിട്ടുന്നതാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം വേറെ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടില്ലല്ലോ. പിന്നെ ഈ വണ്ടി എടുത്തിട്ട് എത്ര നാളാവുന്നുണ്ട്? ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞു. 1.5 വർഷം ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലോങ്ങൊന്നും പോകാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. അത്യാവശ്യം ഇത്ര പണി വെച്ചേക്കുന്നുണ്ട്. ഓക്കെ. എറണാകുളം വരെ പോയിട്ടുള്ളൂ. പോകാറില്ല, നമ്മൾ ഈ ചെറിയ ലോക്കലോട്ടും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. മെയിൻ റോഡിലൊന്നും അങ്ങനെ വലുതായിട്ട് ഇറക്കാറില്ല കേട്ടോ, ഇത്രയും പണിഞ്ഞുകൊണ്ട് തന്നെ. പിന്നെ ഈ വണ്ടിയെ കുറിച്ച് എന്തെങ്കിലും അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്തെങ്കിലും പറയണ്ട? ഓക്കെ. ഈ വണ്ടി കുറച്ചുകൂടെ മോഡ് ചെയ്യാൻ നിൽക്കുവാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ, അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങളൊന്ന് കണ്ടോളൂ. ഈ വണ്ടി ഇതിൽ നിന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ ഇനി വരുത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ വണ്ടിയെ കുറിച്ച് പറയാനായിട്ട്. നമുക്ക് ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് കേട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എക്സോസ്റ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ എക്സോസ്റ്റ് ജസ്റ്റ് ഈ എക്സോസ്റ്റ് മാത്രമല്ലേ ഇതിനകത്ത് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം സ്റ്റോക്ക് ആയിട്ടില്ല വരുന്നത്. അപ്പോൾ ഇതെന്തെങ്കിലും ഫുൾ സിസ്റ്റം ആക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇതിപ്പോൾ അടുത്ത ആഴ്ച ഇതിൻ്റെ ഫുള്ള് ബെൻഡ് പൈപ്പ് പിടിച്ചിട്ട് അകത്തൂടെ കട്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട്. ഓക്കെ. നമ്മുടെ ഈ ഒരു സൈഡ് അണ്ടർ സീറ്റ് സൈഡിൽ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. ഈ സെയിം എക്സോസ്റ്റ് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഫുൾ സിസ്റ്റം ആവുന്ന സമയത്ത് ഫുള്ള് ബെൻഡ് പൈപ്പും കാര്യങ്ങളുള്ള സമയത്ത് സൗണ്ടിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ ആയിരിക്കും കേൾക്കാനായിട്ട്. അപ്പോൾ തന്നെ നമുക്ക് ഈ വണ്ടി എക്സോസ് കൊണ്ട് കേൾക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. ഓഫ് ചെയ്തു. അപ്പോൾ ഇതാണ് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത്.
അപ്പോൾ അതിനുള്ള വണ്ടിയെ കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ വണ്ടിയുടെ ഇൻസ്റ്റാഡിയും കാര്യങ്ങൾ താഴെ കൊടുക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും പാർട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് പുള്ളിയെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും നല്ല വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇത് നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.